ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റിനാണ് വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ മാച്ച് പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു മൈൻക്രാഫ്റ്റിൻ്റെ ആയിരിക്കും തവണ ഇനി തൊട്ടല്ല ഞാൻ ബസ് വിടും, ഇത് വിടും എൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ കണ്ടിട്ടിരിക്കുന്നവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ മൈൻക്രാഫ്റ്റ് ഞാൻ പണ്ടൊരിക്കൽ കളിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ ഇടയ്ക്ക് 2-3 വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് കളിച്ച് നോക്കി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൽ ലോഡായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഷീപ്പിനെ കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ നടന്നൊരു ഷീപ്പിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു കറുത്ത ഷീപ്പിനെ കിട്ടിയ അതെന്തായാലും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ബെഡ് ഉണ്ടാക്കേണ്ടി വെള്ള ഷീപ്പാണ് കുറച്ചുകൂടെ നല്ല ഇതോണം കാണാൻ പറ്റുന്നതെന്നാണ് തോന്നുന്നത്. നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിനി 2 ഷീപ്പിനെ കൂടെ കാണാനുണ്ട്. നമുക്കെന്തായാലും നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. കിട്ടറി ഇവിടെ അടുത്ത് കാണുമായിരിക്കും, നോക്കാം കേസ്. ഓക്കെ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. പിന്നെ ഇതിൻ്റെ സീരീസ് ഇതിൻ്റെ പല പാർട്ടായിട്ട് ഇടാം. നിങ്ങളൊന്ന് കമൻറ്റ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ കുറച്ചുകൂടെ പവറായിരുന്നേനെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഷീപ്പിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരെണ്ണം താഴെ നിൽപ്പുണ്ട്. അപ്പം നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമായി. ഇനി നമുക്ക് മരം വെട്ടി പ്ലാങ്ക് ആക്കി എടുത്ത് ക്രാഫ്റ്റിംഗ് ടേബിളോടെ ഉണ്ടാക്കിയാൽ മാത്രം മതി. ഓക്കെ, ഷീപ്പ് എന്ത് ചാവാത്ത ചാവടാ, നീ ചാവേ എന്തിനാ ചാവാത്ത ചാവടാ ചത്ത്. ഓക്കെ, നമ്മളെന്തായാലും അറിയാതെ പശുവിനായിട്ട് അടിച്ച്, നമുക്ക് എന്തായാലും പശുവിനായിട്ട് അടിച്ചില്ലേ കൊന്നേക്കാം. ഓക്കെ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, പ്ലീസ് സപ്പോർട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ലൈവൊക്കെ ഇടാമെന്ന്, സപ്പോർട്ട് ചെയ്ത് ഗൈസ് പ്ലീസ്. ഓക്കെ, ഇതെന്ത് ചാവാത്ത ചത്ത്. ഓക്കെ, എന്തൊക്കെയോ റെസിപ്പിയൊക്കെ ഉള്ളതൊക്കെ ആയി. മറ്റേ വെസ്റ്റ് ലെഗിൻസ് അങ്ങനെയുള്ളതിൻ്റെയൊക്കെയാണ്. അത് ആർമറൊക്കെ നമുക്ക് റെഡിയാക്കി ഇടണം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അയണാണെന്ന് തോന്നുന്നു, കുറച്ചുകൂടെ നല്ല ആർമർ. ഓക്കെ, നമുക്ക് മരമൊക്കെ മുറിക്കണം. മരം മുറിച്ചിട്ട് നല്ലൊരു ബേസ് നോക്കണം. നമുക്ക് നല്ല വീട് വയ്ക്കാൻ പറ്റിയ നല്ലൊരു ബേസൊക്കെ കണ്ടുപിടിച്ചാലേ തരുന്ന നടക്കും. മരം വെട്ടി നമ്മൾ പ്ലാങ്ക് ആക്കിയിട്ട് നമ്മൾ ആ പ്ലാങ്ക് വഴി ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന മറ്റേ ഈ ആർമർ, പിന്നെ ഈ ഓരോ മെറ്റീരിയൽസൊക്കെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തെടുക്കുകയാണ്. ക്രാഫ്റ്റിംഗ് ടേബിൾ മുഖ്യമാണ്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു റോക്കി ഏരിയയിൽ ചെയ്യാം. കാര്യം മൈനിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് റോക്കി ഏരിയ പിടിച്ചേ കാര്യമുള്ളൂ. ഞാൻ നേരത്തെ കളിച്ച ഒരു വേൾഡ് ഞാൻ ഒന്ന് കളിച്ച് നോക്കിയായിരുന്നു. അതിൽ ഞാൻ പംകിൻ സീഡ് ആദ്യമേ കിട്ടി. പംകിൻ ഞാൻ ചെന്നപ്പോൾ ആദ്യമേ കിട്ടി. ഇറങ്ങിയത് പംകിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ പംകിന് വെട്ടിപ്പൊളിച്ച് മറ്റേ സീഡും കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ അവിടെ അടുത്തൊരു കിളിയായിരുന്നു, അതിന് വെറുതെ ഒന്ന് കൊടുത്ത് നോക്കിയപ്പോൾ ഞാൻ ടൈം ചെയ്തങ്ങ് എടുത്ത്. അങ്ങ് ടൈമായി. നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഞാൻ തന്നെ അതിനെ വെട്ടിക്കൊന്നു. ഓക്കെ, നമുക്കിനി അടുത്തൊരു ബേസ് തപ്പണം. നല്ലൊരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസ് തപ്പിയിട്ട് കാണാം കേസ്. ഓക്കെ, നമ്മൾ ബേസ് തപ്പി ഒരു റോക്കി ഏരിയയിൽ തന്നെ വന്ന്. ഇവിടെ അയണൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അയണൊക്കെ ഉള്ള ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു വീട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാര്യം മൈൻ ചെയ്യുന്ന ടൈമിൽ അയണൊക്കെ ഇരിക്കുന്നു. അവിടെ അടുത്ത അയൺ. ഈ അയണൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് മൈൻ ചെയ്ത് പോകാനും പിന്നെ അയണൊക്കെ കുറേ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിതിങ്ങനെ താഴെ വന്ന് ഇവിടെയാണ് നമ്മൾ ബേസ് പണിയുന്നത്. ഇവിടെയാണ് പണിയുന്നത്. ഓക്കെ, രാത്രിയാവാറായി. നമുക്ക് പെട്ടെന്ന് കട്ടിലൊക്കെ കൊണ്ടുപോയി കിടന്ന് ഉറങ്ങണം. രാവിലെ വല്ല ചെയ്യാം ഗൈസ്. കാര്യം ഇപ്പം ചെയ്യുന്ന പരിപാടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇപ്പം വീട് വയ്ക്കാൻ നിന്ന് സോംബികളൊക്കെ വന്ന് ക്രീപ്പറൊക്കെ വന്ന് പൊട്ടിത്തെറിച്ച് മറ്റേ സ്കെലിറ്റൻ വന്ന് അമ്പ് എറിഞ്ഞ് നമ്മളെ കൊല്ലും. നമ്മൾ വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? ഇപ്പോൾ തന്നെ ഞാൻ പ്ലാങ്ക് 48 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് വേറെ പരിപാടി ഉണ്ട്. ഓക്കെ, നമ്മൾ 67 പ്ലാങ്ക് എടുത്തിട്ട് ബെഡ് ഉണ്ടാക്കാം. ഫസ്റ്റ് ബെഡ് ഉണ്ടാക്കി നമുക്ക് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ബാക്കി പണി നോക്കാം. അതിനെടുത്ത് വിളിക്കളാ. പൂവൊക്കെ എന്തിനാണ്ടേ നമുക്ക്? എനിക്ക് തോന്നുന്നു പൂ വെച്ചിട്ട് നമുക്ക് ഫാം അങ്ങനെ എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നു. എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്. പൂ വെച്ചിട്ട് അതിൻ്റെ കളർ നോക്കി എന്തോ ഒരു കളർ ബ്ലോക്കാക്കി എടുക്കുക, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലുതായിട്ടൊന്നും ഒരു പിടുത്തമില്ല. ഓക്കെ, നമ്മൾ പ്ലാങ്ക് വെച്ചൊരു വീട് തന്നെ ആദ്യം വെക്കാൻ പോവുകയാണ് എണീച്ച നമുക്ക് ഫുഡ് നമ്മൾ മറ്റേ ബീഫ് ഉണ്ട്, പിന്നെ മറ്റേ നമ്മൾ ഷീപ്പിനടിച്ച് കൊന്നതിൻ്റെ അതും ഉണ്ട്. ഓക്കെ, നമ്മൾ ഒരു കാര്യം ചെയ്യാം, താഴെ വയ്ക്കാം. സെറ്റ്. ഞാൻ എന്തെങ്കിലുമൊക്കെ വെക്കുന്നു.
ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2, 3, 5 മിനിറ്റിൽ അല്ല, 2, 3 അല്ല, 9, 10, 9 മിനിറ്റിൽ 10 മിനിറ്റ് 11 മിനിറ്റൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് 35 മിനിറ്റായി. ഇനി എഡിറ്റ് ചെയ്തതൊക്കെ കുറച്ച് വരുമ്പോഴത്തേക്ക് ടൈം ആവും. ഓക്കെ, നമ്മൾ വീട് വെച്ചോ പ്ലാങ്ക് കയറുന്നത്. നമുക്ക് കുറച്ച് മരം വെട്ടി പ്ലാങ്ക് ആക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ, നമ്മൾ മരമൊക്കെ വെട്ടുന്നുണ്ട്. മരം വെട്ടി ഇനി പ്ലാങ്ക് ആക്കണം. പ്ലാങ്ക് ആക്കാൻ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളാ അല്ലെങ്കിൽ ഇൻവെൻട്രി പോയി ചെയ്താലും മതി. ഇൻവെൻട്രി പോയി ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പം. ക്രാഫ്റ്റിംഗ് ടേബിൾ അടുത്തില്ലെങ്കിൽ ഇൻവെൻട്രി പോയി ചെയ്താലും മതി. നമ്മളിപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെറുതെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ 8 പ്ലാങ്ക് നമ്മൾ നേരത്തെ ചെയ്ത്. അപ്പോൾ അതുകൂടെ ഒന്ന് വെച്ചിട്ട് ബാക്കി ചെയ്യേണ്ടി വരുമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, 2 പറ്റത്തില്ല. നമുക്ക് അടുത്തത് ഇൻവെൻട്രി കയറി ചെയ്യണം. ഇതെന്തോ കേട്ടാ കയ്യിൽ വാടാ. ക്രൗച്ച് ചെയ്തിരുന്നാൽ കയ്യിൽ വരൂലേ. ഓക്കെ, നമ്മൾ ഫുൾ എടുത്തിട്ടുണ്ട്. നമ്മൾ പൊജാവ് ലോഞ്ചർ എന്ന് പറഞ്ഞൊരു ആപ്പ് വഴിയാണ് നമ്മൾ കളിക്കുന്നത്. പൊജാവ് ലോഞ്ചർ എന്ന് പറഞ്ഞൊരു ആപ്പ് വഴിയാണ് കളിക്കുന്നത്. ഓക്കെ, അവിടെയും കൂടെ പ്ലാങ്ക് വയ്ക്കാൻ പറ്റുമെന്നെങ്കിൽ കൊള്ളാം. ഒരൊറ്റ എണ്ണം ബാക്കി വന്നു കേസ്, ഒരൊറ്റ എണ്ണം. ഇതിവിടെ നമുക്ക് 2 ബ്ലോക്ക് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കാര്യം അവിടെ ഡോറ് വയ്ക്കാനുള്ള എൻട്രൻസ് ഒക്കെ വേണ്ടേ. പിന്നെ നമുക്ക് മേൽക്കൂര നമുക്ക് കൊബിൾ സ്റ്റോൺ വഴി സ്റ്റോണൊക്കെ വഴി വെച്ചങ്ങ് കയറാം. നമ്മൾ കുറച്ചൊന്ന് ഇൻറ്റീരിയർ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഗൈസ്. ഇൻറ്റീരിയർ പരിപാടി ഒരു തേങ്ങയില്ലായിരുന്നു. കുറച്ച് ആ കട്ടിലെടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇനി ടൂൾസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് മൈൻ ചെയ്യാൻ പോകണം. അപ്പോൾ ടൂൾസ് ഉണ്ടാക്കിയിട്ട് വീണ്ടും കാണാം. മൈനിങ് പരിപാടിയൊന്നും അല്ല, നമ്മൾ കുറച്ച് സ്റ്റോൺ എടുക്കാൻ പോകുക അത്രേ ഉള്ളൂ. മൈനിങ് ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മൈനിങ് കുറച്ച് എപ്പിസോഡ് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, നമ്മളിവിടെ കോബിൾ സ്റ്റോണൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, ന്യൂ റെസിപ്പി അൺലോക്ക്ഡ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്ലാങ്ക് വെച്ചാണ് നമ്മൾ ഈ പിക്കാസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആക്സ് സോഡ് അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അയൺ വെട്ടിയെടുക്കണം. ഇനി അയണിൻ്റെ പരിപാടിയൊക്കെ നോക്കണം. പിന്നെ കോളുണ്ടാകും. നമ്മൾ ഫുഡ് പച്ചയ്ക്ക് കഴിക്കുന്നത് ശരിയല്ല. ഫുഡൊക്കെ വേവിച്ച് വേണം ഗൈസ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് സ്റ്റോണും കോളൊക്കെ എടുത്തിട്ട് കാണാം ഗൈസ്. ഓക്കെ, നമ്മൾ 5 കോള് കിട്ടിയിട്ടുണ്ട്. 9 കോള്. 9 കോള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 9 കോളും പിന്നെ ഫർണസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഫർണസ് ഞാൻ ഇൻവെൻട്രിയിലാണല്ലേ കയറിയിരുന്നത്. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയി ഫർണസ് ഇവിടെ അതാണ് ഫർണസ് എടുത്ത് ഇവിടെ വെച്ചിട്ട് അതിൽ വേണം നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ. ഓക്കെ, പിക്കാസ് നമ്മൾ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫർണസും വെച്ച് നമ്മൾ കോളും വെച്ച് കോള് താഴെ മറ്റേ നമ്മൾ വേവിക്കാനുള്ള സാധനം മണ്ടയിലും വെക്കണം. നമുക്കിനി ഒരു ഡോർ ഉണ്ടാക്കിയെടുക്കണം. ഡോർ ഉണ്ടാക്കിയെടുത്തിട്ട് ഫുഡൊക്കെ റെഡിയായിട്ട് നമുക്ക് ഫുഡും കഴിച്ച് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് കുറേ കൂടെ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഫാം അങ്ങനെയുള്ളതൊക്കെ പരിപാടിയൊക്കെ നോക്കാം. ഓക്കെ, മേൽക്കൂരയും കൂടെ നമുക്ക് റെഡിയാക്കാം. ഒരു സ്റ്റോൺ വേണം അതിന്. നമുക്ക് സ്റ്റോൺ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോൺ. ഓക്കെ, നമ്മൾ സ്റ്റോൺ എടുത്ത് വെക്കുകയാണ്. എന്തോ പരിപാടി ഞാൻ ഇത് എന്തിനാണെന്ന് കാണിക്കുന്നത് ഞാൻ. ഓക്കെ, നമ്മൾ പിക്കാസ് എടുത്തിട്ട് വെട്ടി മാറ്റാം. ഓക്കെ, 5 അല്ലല്ലേ 5 തന്നെ. ഓക്കെ, നമുക്ക് വീണ്ടും പിക്കാസ് എടുക്കണം. അതും മുറിക്കാം. നമ്മൾ ഫുഡ് കുറഞ്ഞ് വരെയാണ് എന്തായാലും ചെയ്തേ പറ്റൂ. ഓക്കെ, ഇവിടെ ഒരു ബ്ലോക്കും കിടപ്പുണ്ട്. ഓക്കെ, നമ്മളെ ഫുഡ് 5 റെഡിയായി. ഇനി ഒരെണ്ണം കൂടെ റെഡിയായി. പിന്നെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീഫ് എടുത്ത് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മളെ ഫുഡ് കഴിച്ച് നമ്മളെ ഫുഡ് ഫുള്ളാകുമ്പോൾ നമ്മളെ ഹെൽത്ത് കൂടാൻ നമ്മളെ ഹെൽത്ത് കുറഞ്ഞാൽ ഹെൽത്ത് കൂടും. ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ നമ്മൾ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് എന്ന് പറയുന്നത് ആ പശുവിനെ വെട്ടിക്കൊന്നതാണ്, അതിൽ ബീഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ വെച്ച് നിർത്തിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വേറെ പാർട്ടുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഇടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗൈസ്, ബൈ.